ഹായ് ഓൾ, വെൽക്കം ടു അഡാക് 24/7. എൻ്റെ പേര് ജിജി. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. നമുക്കറിയാം ഒത്തിരി പേര് കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ സ്വപ്ന ജോലിയാണ്. സോ അതിലേക്ക് കിടക്കണം. അപ്പോൾ ഞാൻ പല വീഡിയോയും ചെയ്യുമ്പോൾ താഴെ ഒരു കമൻറ്റ് സാധാരണ നോർമലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കാം. എപ്പോഴും ചോദിക്കും, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ, പിന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒത്തിരി ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനതിന് ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പലരും അതിന് ആൻസർ പറയും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു ടൈറ്റിലായിട്ട് ഞാൻ വന്നത്. നോട്ടിഫിക്കേഷന് മുമ്പ് നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതുണ്ടോ എന്ന് നോർമലി എല്ലാവർക്കും തോന്നുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ആപ്പ് ഉണ്ട്. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് ഒക്കെ ചെയ്ത് നോക്കാം. സോ മാക്സിമം ക്വിസസ് ഒക്കെ നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കുക. ഓരോ ക്വിസസ് ചെയ്യുന്നതിലൂടെയും ഓരോ അറിവ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ കൺസേൺ ആണ് നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് വരുന്നത്? ഈ ഡേറ്റ് വന്നതിന് ശേഷം പഠിച്ചാൽ പോരെയെന്ന്. അതാണ് ആദ്യത്തെ ഒരു കൺസേൺ ആണ്, നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ ഡേറ്റ് വരുമ്പോൾ അപ്പോൾ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വരിക? നമ്മൾ ഒരു 3 മാസത്തിനുള്ളിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 3 മന്ത്സിൻ്റെ ഉള്ളിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 3 മന്ത്സ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എന്താ, ജൂലൈ ആണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ ഒരു മാസത്തിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ്പെക്റ്റേഷനാണ്. സെക്രട്ടേറിയറ്റിൻ്റെ നമുക്ക് ഈ ലിസ്റ്റിൻ്റെ 2ാമത്തെ വർഷം കാലാവധി ആവാറായി, കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് ആവാറായി. ഇനി ഒരു വർഷം കൂടിയുള്ള ലിസ്റ്റിന് കാലാവധി. ആ ലിസ്റ്റ് കഴിയുമ്പോഴേക്കും പുതിയൊരെണ്ണം അവിടെ സെറ്റാക്കി വെക്കണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ് മിക്കവാറും നടക്കുന്നുണ്ടാവുക. കാരണം ഡിഗ്രി പ്രിലിംസ്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കൂടെ തന്നെ നടക്കാൻ സാധ്യതയുള്ള 2-3 എക്സാമും കൂടിയുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ, SI അങ്ങനെയുള്ള എക്സാമും കൂടി ഇതിൻ്റെ കൂടെ നടക്കാൻ സാധ്യതയുണ്ട്. 2-3, കാരണം ഒറ്റൊരു സിംഗിൾ ഡിഗ്രി ലെവൽ എക്സാം അല്ലല്ലോ നമ്മൾ സാധാരണ നടത്താറുള്ളത്. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ 3-4 എക്സാമൊക്കെ ഒരുമിച്ചാണ് നടത്താറുള്ളത്. സോ 2 ഘട്ടങ്ങളിലായിട്ടാണ് വരുന്നത്. ഒന്ന് പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസും 2 ഘട്ടങ്ങളാണ്. പ്രിലിംസിൽ വരുന്നത് എന്തായിരുന്നു? കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പ്രിലിംസിൽ വരുന്നത്. മെയിൻസിൽ എന്തായിരുന്നു വരുന്നത്? സ്പെഷ്യൽ ടോപ്പിക്കാണ് മെയിൻസിൽ വരുന്നത്, അല്ലെ? സ്പെഷ്യൽ ടോപ്പിക്കാണ് മെയിൻസിൽ വരുന്നത്. സോ മെയിൻസ് എപ്പോൾ പഠിച്ച് തുടങ്ങാന്ന് പറയുമ്പോൾ പ്രിലിംസ് സ്പെഷ്യൽ ടോപ്പിക്കും പ്ലസ് എന്തായിരുന്നു, നമ്മൾ നോർമലി പ്രിലിംസിൽ പഠിക്കുന്ന ആ കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്നുകൂടി പഠിക്കണം. ഇത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, GS ഇവിടെ GS മാത്രമാണെങ്കിൽ എന്തായിരുന്നു, ഇവിടെ GSും പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്കുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 GS ഈ 2ലേക്കും കൂടിയിട്ട് ഒറ്റൊരു പ്രാവശ്യം പഠിക്കുക. എന്നിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം മാറ്റിവെക്കണം മെയിൻസിലേക്ക്. കാരണം അല്ലെങ്കിൽ സമയമില്ല. നമുക്ക് തന്നെ അറിയാം PSC ഒത്തിരി സമയമൊന്നും തരത്തില്ല. അപ്പം നമുക്ക് മെയിൻസിലെയും പ്രിലിംസിലെയും GS ടോപ്പിക്ക് ഒരു സിംഗിൾ ആയിട്ട് പഠിക്കണം. ഓക്കെ, അത് സിംഗിൾ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മാത്രം പ്രിലിംസ് കഴിഞ്ഞ് നമ്മൾ മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ രീതിയിൽ വേണം പഠിക്കാൻ. നമ്മുടെ സിലബസ് നമുക്കറിയാം, അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇപ്പോൾ ഒരു 10th അല്ലെങ്കിൽ +2 ലെവലിലുള്ളതല്ല, ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും. അപ്പോൾ PSCയുടെ പാറ്റേൺ മാറുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒന്നില്ലെങ്കിൽ അങ്ങേയറ്റം ഒന്നില്ലെങ്കിൽ ഇങ്ങേയറ്റം എന്ന് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് PSC ഇപ്പോൾ ബേസും ചോദിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അനലൈസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏതൊരു ക്വസ്റ്റ്യനും നേരിടാൻ തയ്യാറാവണം എന്ന രീതിയിലാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ലപോലെ സമയം വേണം. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ PSCക്ക് പണ്ടൊക്കെയാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ഒരു വർഷം മുമ്പ് വന്ന അടുത്ത വർഷമായിരിക്കും എക്സാം. ഇപ്പം അങ്ങനെയല്ല, അല്ലെ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡിഗ്രി പ്രിലിംസ് ഒക്കെ എങ്ങനെയായിരുന്നു? നോട്ടിഫിക്കേഷൻ വരുന്നതും ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ പ്രിലിംസ് നടക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? എക്സാമിന്റെ ഡേറ്റ് ഇലക്ഷനൊക്കെ വന്നത് കാരണമാണ് കുറച്ചുകൂടി നീട്ടിയത്. അല്ലെങ്കിൽ എന്തായിരുന്നു, ആ നീട്ടൽ കൂടി ഇല്ല. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 3-4 മാസത്തിനുള്ളിൽ എക്സാമിങ് എത്തി, അല്ലേ? അപ്പോൾ ഇതെന്തായിരുന്നു, വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? എല്ലാവരും ചിലപ്പോൾ കയറിപ്പോകും, നമ്മളവിടെ ഇരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഞാൻ വെറുതെ വന്ന് പറയല്ല, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കൺസേൺ ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണ്ടേ? ഇതുകൊണ്ടാണ് ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങാനും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇപ്പോൾ വൈകുന്നേരം 4 മണിക്ക് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സീരീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് തുടങ്ങുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തെത്തിയെന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഒന്നും നോട്ടിഫിക്കേഷൻ വരില്ലായിരിക്കാം.
കാര്യമില്ല, വരും, നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അപ്പോഴേക്കും പഠിച്ച് സെറ്റ് ആവണ്ടേ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യാൻ സമയമുണ്ടല്ലോ, എത്ര പഠിച്ചാലും നമുക്ക് വേസ്റ്റ് ആവത്തില്ല. ഉറപ്പായിട്ട് നമുക്ക് എന്തായാലും ഉപകരിക്കുന്ന കാര്യങ്ങളാണ് പഠിച്ചു കഴിഞ്ഞാൽ. സോ അതിൻ്റെ ഫ്ലോ പോവാതിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം കേട്ടോ. പിന്നെ നമുക്കുമുണ്ട് സെക്രട്ടേറിയറ്റിന് ഒരു കോഴ്സ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനുമുള്ളൊരു കോഴ്സാണ്. അപ്പോൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു ഈ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും? നമുക്ക് ഒത്തിരി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും ഒത്തിരി പ്രാവശ്യം നമുക്ക് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. ഓക്കെ, നമ്മൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് തരും, ടെസ്റ്റ് സീരീസ് എല്ലാം തരും. നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഒരു കൺസേൺ ഉണ്ടെങ്കിലും മെൻറ്റർ അടുത്ത് പറയാം. ഞാൻ തന്നെയാണ് മെൻറ്റർ, അതുകൊണ്ട് ഞാൻ തന്നെ ഷ്യൂരിറ്റി നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ, അപ്പോൾ എന്ത് കൺസേൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഈ ഒരു ബാച്ച് നമ്മൾ ഇന്നലെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാച്ചിൻ്റെ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ബാച്ചാണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് Y681 എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. Y681 എന്നാണ് കോഡ്. ഈ കോഡ് ഉപയോഗിച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ. ഇനി എങ്ങനെയാണിത് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം. ADA24/7 എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ആപ്പാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയുന്നത് എങ്കിൽ ആപ്പിൽ തന്നെ സ്റ്റോറിൽ പോയിട്ട് ചെയ്താൽ മതി. ഇവിടെ കാണുന്നില്ലേ, ഈ കോഴ്സ് കേരളം വരണം. ഈ ബാങ്കിങ് ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇത് കേരളം വരണം. എങ്ങനെ കേരളം വരിക? ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് വരും. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് സ്റ്റേറ്റ് എക്സാംസ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കേരള ഇപ്പുറത്തെ സൈഡിൽ വരും. കേരളം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കേരള ആയില്ലേ. കേരള ആയതിനു ശേഷം KPSC കേരള PSCയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബൈ നൗ കൊടുക്കുക. മുകളിലത്തൊരു കോഡ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുക. താഴത്തെ കോഡ് Y681 എന്ന കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക. 2049 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 2049 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റൊക്കെ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സോ പഠിച്ചു തുടങ്ങാം. പറയുന്നവർ നെഗറ്റീവ് അടിക്കുന്നവരൊക്കെ നെഗറ്റീവ് അടിച്ചോട്ടെ, നിങ്ങൾ പഠിച്ചു തുടങ്ങാം കേട്ടോ. ശരി, ബൈ.